എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം നിവിൻ അനാമികയോട് പറയുന്നുണ്ട്, ഇനിയും ഈ കേസ് ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അടുത്ത സിറ്റിങ്ങിൽ ഒരു തീരുമാനമാക്കണം. അതില്ലാതെ ശരിയാകുകയില്ല. നിങ്ങൾ ഭയങ്കര അന്തസ്സുള്ള ആൾക്കാരാണ് എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഇതങ്ങ് പൂർത്തിയാക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ ചോദിക്കുമ്പം വേണു പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങ് അനന്തപുരിക്കാരെ പോലെ വലിയ കുടുംബക്കാരൊന്നും അല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേറെ ഒന്നും നോക്കാനില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ അനന്തപുരിക്കാരെ ഞങ്ങൾ നാറ്റിച്ചത്, അതറിയാവോ എന്ന് ചോദിക്കുമ്പോൾ, എന്നിട്ട് എന്താ സംഭവിച്ചത്? അവസാനം വന്നപ്പോൾ അച്ഛനും മോളും തന്നെയല്ലേ നാറിയത്. അതുകൊണ്ട് ഇനി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഈ ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് നേടിയെടുക്കണം എന്ന് പറഞ്ഞ് അനിയുടെ മുത്തശ്ശൻ്റെ ഒക്കെ പ്രഷറുണ്ട് എന്ന് പറയുന്നു. അന്നേരം അനാമിക ചോദിക്കും, അവന്തികമായിട്ടുള്ള വിവാഹം ആരാ കൊണ്ടുവന്നത്? ഈ വിവാഹത്തിന് അനി സമ്മതിച്ചതാണോ എന്ന് ചോദിക്കും. അന്നേരം നവീൻ പറയുന്നുണ്ട്, അനി സമ്മതിച്ചോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. അവൻ്റെ മുത്തശ്ശനും വീട്ടുകാരും ഒക്കെ ഇത് സീരിയസ് ആയിട്ട് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുവാണ്. ആ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നീയുമായിട്ടുള്ള വിവാഹമോചനം നടന്നിരിക്കണം, എങ്കിലേ അവന് അവന്തികയെ വിവാഹം കഴിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട്, അല്ല ഞാൻ വേറെ ഒന്നും കൊണ്ടും ചോദിച്ചതല്ല, അവന് ആ നന്ദുവിനെ ആണല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആ സ്ഥിതിക്ക് അവന്തികയെ വിവാഹം കഴിക്കാൻ അവൻ സമ്മതിച്ചോ എന്നറിയണം, അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറയുമ്പം വേണു പറയുന്നുണ്ട്, അവന് അവളോട് മാത്രമല്ലല്ലോ, അവൾക്കും അതുപോലെ തന്നെയല്ലേ എന്ന് ചോദിക്കും. അന്നേരം അനാമിക പറയുന്നുണ്ട്, അത് തന്നെ, അവൾക്കും അവനെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയുന്നെങ്കിൽ അത് ഇഷ്ടപ്പെടില്ല നെവിൻ പറയും, വെറുതെ നന്ദുവിനെ പറ്റി ആവശ്യമില്ലാത്തതൊന്നും പറഞ്ഞേക്കരുത്. അനിയാണ് നന്ദുവിൻ്റെ പുറകെ നടക്കുന്നത്, അല്ലാതെ നന്ദുവിന് തിരിച്ച് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല എന്ന് അവളുടെ വീട്ടുകാർ പോലും എന്നോട് പറഞ്ഞതാണ്. അതുകൊണ്ട് അനാവശ്യമായിട്ട് അവളെപ്പറ്റി കുറ്റം പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഡിവോഴ്സ് തന്നേ പറ്റുള്ളൂ, അതിനുള്ളത് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും വേണു പറയുന്നുണ്ട്, ഇപ്പം ശരിക്കും നന്ദു അസ്ഥിക്ക് പിടിച്ചേക്കുന്നത് ദേ ഈ വക്കീലിൻ്റെയാണ്, അതുകൊണ്ടാണ് നമ്മൾ സത്യം വിളിച്ചു പറഞ്ഞിട്ടും അങ്ങേര് വിശ്വസിക്കാത്തത് എന്ന് പറയും. അന്നേരം അനാമിക അത് സമ്മതിക്കുന്നുണ്ട്. അന്നേരം വേണു ഒരു കാര്യം പറയുവാണ്, പ്രേമിക്കുന്ന സമയത്ത് ആണുങ്ങൾ മണ്ടന്മാരായിരിക്കും, എന്ത് സത്യം കണ്ടാലും അവർ വിശ്വസിക്കത്തില്ല, പിന്നീട് പഠിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. പിന്നീട് മുത്തശ്ശിയാണ് കാണിക്കുന്നത്. കോമ്പറ്റീഷന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് നയന. അതുകൊണ്ട് നയനയ്ക്ക് ക്ഷീണമൊന്നും വരാതിരിക്കാൻ വേണ്ടി കുറേ ആയുർവേദ മരുന്നൊക്കെ എലിസബത്തിനെ കൊണ്ട് മേടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുവാണ് മുത്തശ്ശൻ. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ഈ സമയത്ത് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലാത്തതാട്ടോ, നമ്മൾ ഈ കോമ്പറ്റീഷനിൽ തോറ്റാലും കുഴപ്പമില്ലായിരുന്നു, മോളെ ബുദ്ധിമുട്ടിക്കുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, നമ്മുടെ കമ്പനി മുകളിലേക്ക് വരാൻ വേണ്ടിയല്ലേ, മോൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നമ്മൾ നോക്കുന്നുണ്ട് എന്നൊക്കെ പറയും. ഇത്രയും സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നതേക്കും അങ്ങോട്ടേക്ക് അനി വരും. എന്നിട്ട് അനി പറയുവാണ്, കോമ്പറ്റീഷന് വേണ്ടി ഡിസൈൻസ് എല്ലാം തയ്യാറാക്കുന്നത് നയനേടത്തിയാണ്. അന്നേരം അവിടെ നയനേടത്തിയുടെ കൂടെ ആദർശേട്ടനും വേണം, അതുകൊണ്ട് ആദർശേട്ടനെയും കൂടെ ഞാൻ കൂടെ കൊണ്ടുപോക്കോട്ടെ എന്ന് ചോദിക്കുവാണ് കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്തേക്ക്. അന്നേരം മുത്തശ്ശൻ പറയും, എൻ്റെ അനുവാദത്തോടു കൂടി നീ കൊണ്ടുപോവുകയില്ല, അതിൻ്റെ ആവശ്യമില്ല. നിന്നോട് ആരെങ്കിലും പറഞ്ഞായിരുന്നോ ഈ ഡിസൈൻസൊക്കെ നയനോട് വരയ്ക്കാൻ പറയാൻ? നയന മാത്രമേ ഉള്ളൂ നമ്മുടെ കൂടെ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് പറയുമ്പം, ഇതെന്താ മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നത്? നയന കളക്ഷൻസ് ആണ് നമ്മളിപ്പോൾ പിടിച്ചു നിർത്തുന്നത്. ഏട്ടത്തി ഇപ്പോഴത്തെ അവസ്ഥ പോലും മറന്നാണ് ഓരോ ഡിസൈൻസും വരച്ചു തരുന്നത്. അതെല്ലാം ആദ്യം ആദർശേട്ടനെ കാണിക്കും, എന്നിട്ട് ആദർശേട്ടൻ അത് വിലയിരുത്തും, എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മുത്തശ്ശൻ അറിയാലോ, ആദർശേട്ടന് വരയ്ക്കാൻ അറിയത്തില്ല എങ്കിൽ പോലും ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ അത് വർക്ക് ആകുമോ എന്ന് ആദർശേട്ടന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ആദർശേട്ടനെ കൂടെ കൊണ്ടുപോകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശന് താല്പര്യമില്ല. അന്നേരം അനു പറയും, മുത്തശ്ശൻ ഇത്തിരി വാശി കൂടുതലാട്ടോ, ഇത്രയൊന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ, എടാ 10-70 വയസ്സായി, കുഞ്ഞുങ്ങളുടെ മനസ്സാണ് ഈ പ്രായമെത്തുമ്പോൾ, അതുകൊണ്ട് എനിക്ക് ഇത്തിരി വാശി കൂടുതലാണെന്ന് നീയോ അങ്ങ് കരുതിക്കോ. ഏതായാലും എൻ്റെ അനുവാദത്തോടെ നീ അവരെ കൊണ്ടുപോവുകയില്ല, പിന്നെ നിനക്ക് കൊണ്ടുപോകണം നിർബന്ധം ഉണ്ടെങ്കിൽ നീ കൊണ്ടുപോക്കോ, അത്രയേ ഉള്ളൂ, അല്ലാതെ നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്നൊക്കെ പറയും. അന്നേരം എൻ്റെ പൊന്നോ, മുത്തശ്ശൻ പറയുന്നത് കേട്ടിട്ട് മുത്തശ്ശിക്ക് പോലും ചിരി വരുക, വരച്ച ആളെ കൂടെ കൊണ്ടുപോകണ്ടെന്ന്, എന്നതാ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശൻ പറയാം, ഇനിയിപ്പോൾ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോക്കോ, ഇനി എന്തെങ്കിലും സംശയം ചോദിച്ചാൽ അവിടെ പറഞ്ഞു കൊടുക്കണമല്ലോ, അതൊക്കെ നിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. ഏതായാലും അനി ഇങ്ങ് പോന്നു കഴിയുമ്പോഴേക്കും മുത്തശ്ശിക്ക് ഈ അഭിനയം കണ്ടിട്ട് ചിരി വരും. അന്നേരം മുത്തശ്ശൻ പറയുക, പയ്യെ ചിരിക്കടോ, എൻ്റെ മനസ്സ് എന്താണ് എന്ന് അവൻ അറിയാതിരിക്കാനാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്തത് എന്ന്. ഏതായാലും ഈ കാര്യം നേരെ അനി ആദർശൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട്. മുത്തശ്ശൻ എത്രയും പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല. മുത്തശ്ശൻ്റെ മനസ്സെന്താ ഇങ്ങനെ മാറിപ്പോയതെന്ന് എനിക്കറിയത്തില്ല എന്നൊക്കെ പറയുമ്പം, അതൊന്നും സാരമില്ല, നമ്മൾ ഈ കോമ്പറ്റീഷനിൽ ജയിക്കണം, അത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നു. ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം അങ്ങോട്ടേക്ക് നയനയും നന്ദുവും വരും. അന്നേരം നന്ദു ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുക. അന്നേരം നയന, ഉള്ളത് കൊണ്ടല്ലേ നീ ഇപ്പോൾ കണ്ടത് എന്ന് ചോദിക്കും.
അന്നേരം പെട്ടെന്ന് നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോഴാണ് നെറ്റിയിലെ മുറിവ് കാണുന്നത്. അന്നേരം ഇതെന്താ ഈ മുറിവ്, എന്ത് പറ്റിയതാണ് നന്ദുവിന് എന്ന് ചോദിക്കുമ്പം ആദർശ് പറയുന്നുണ്ട്, ഇന്നലെ ചെറുതായിട്ടൊരു അടിപിടി ഉണ്ടായി, ഒരു ഗുണ്ടാക്രമണം ഉണ്ടായി, അന്നേരം സംഭവിച്ചതാണ്, പിന്നെ ഞാൻ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് പറയും. അന്നേരം അനി മനസ്സിലോർക്കുക, ഈശ്വര ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടായിരുന്നു അവൾ ഫോൺ എടുക്കാതിരുന്നത് എന്ന്. അന്നേരം നയന പറയുവാണ്, അമ്മയ്ക്ക് ചെറിയ സംശയമുണ്ട്, ഇന്നലെ ഇവൾക്ക് പോലീസ് ക്ലബ്ബിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നോ എന്ന്, അതോ വേറെ ആരുടെയും കൂടെ കറങ്ങാൻ പോയതാണോ എന്നും സംശയമുണ്ട് എന്ന് പറയുമ്പം അനി ചോദിക്കും, ഇതെന്തൊരു കഷ്ടമാണ്, ഞാനും നന്ദു നല്ല ഫ്രണ്ട്സാണ്, അതുകൊണ്ട് കാണുമ്പം ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു, അല്ലാതെ അതിനപ്പുറം ഒന്നുമില്ല എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, അതിനപ്പുറം പലതും ഉണ്ടായിരുന്ന നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അതൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം, കാരണം പരസ്പരം കാണുമ്പം നിങ്ങളുടെ മുഖം അത് വിളിച്ചു പറയുന്നുണ്ട് എന്ന് പറയുന്നു. അതുപോലെ നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഒരുമിച്ചാണോ ഇന്നലെ കറങ്ങാൻ പോയത് എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്നൊക്കെ പറയുവാണേ. അന്നേരം അനി പറയും, ഞാൻ നന്ദുവിനെ കണ്ടത് ഇന്നാൾ ഇവിടെ ഫംഗ്ഷന് വന്നപ്പോഴാണ്, അതിനുശേഷം ദേ ഇപ്പോഴാണ് കാണുന്നത് എന്ന് പറയുമ്പം അന്നേരം നിങ്ങൾ പരസ്പരം കാണുമ്പോഴും നിങ്ങളുടെ മുഖം ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. ആദർശം അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ മുഖത്തെ ഭാവം നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല, അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന്. അന്നേരം ഇത് ഭയങ്കര കഷ്ടമാലോ, ഇങ്ങനെ ഞാൻ പോകുവാണ് എന്ന് പറയും. ചായ കുടിച്ചിട്ട് പോവാടാ എന്ന് നയന പറയുമ്പോൾ, അല്ല ചായ കുടിച്ചിട്ട് ഞാൻ വന്നത്, പിന്നെ വയറ് നിറയ്ക്കാനുള്ളത് വേറെ തരുന്നുണ്ടല്ലോ എന്ന് പറയുക. എന്നിട്ട് തിരിഞ്ഞ് നിന്നിട്ട് നന്ദുവിൻ്റെ വീടിൻ്റെ അതിലൂടെ ഞാൻ പോകുന്നത്, വേണേൽ നന്ദുവിനെ അവിടെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറയുക. അന്നേരം ആദർശ്, വേണ്ട ഞാൻ കൊണ്ടുവിട്ടോളാം, ഇനി നിൻ്റെ കൂടെ നന്ദുവിനെ കയറ്റി വിട്ടിട്ട് വേണം ഇവളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ വഴക്ക് മേടിക്കാൻ, അതിൻ്റെ ആവശ്യമില്ല എന്നും പറയുന്നു. അനി അങ്ങ് പോയി കഴിയുമ്പം നയന പറയുന്നുണ്ട്, അനിയെ കാണുമ്പോൾ നിൻ്റെ മുഖത്തെ ഭാവമൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന്. അന്നേരം എൻ്റെ പൊന്നി ചേച്ചി ഒന്ന് വെറുതെ വിട് എന്ന് പറഞ്ഞിട്ട് നന്ദു അകത്തേക്ക് പോകുന്നു. പോയി കഴിയുമ്പം ആദർശം നയനേങ്കനം പറയുക, രണ്ടുപേരുടെയും മുഖത്ത് ചെറിയ സന്തോഷമൊക്കെ ഉണ്ട്, അവരുടെ മനസ്സിൽ ഇപ്പോഴും ഇഷ്ടമുണ്ട് എന്ന്. പിന്നീട് നാഗേന്ദ്രനെയും അഭിയും ഒക്കെ കാണിക്കുന്നു. നാഗേന്ദ്രൻ അങ്ങ് ലണ്ടനിൽ നിന്ന് ഏതോ ഡിസൈൻസൊക്കെ വരുത്തിയിട്ടുണ്ട്, എന്നിട്ട് ഇനി ഈ ഡിസൈൻസ് കണ്ടിട്ട് വേറെ ഒരു ഭാവത്തിലേക്ക് അതിനെ മാറ്റി നല്ല രീതിയിൽ വരയ്ക്കണം, അത് മാളവികയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ് വരുത്തിയത്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ഒരു ഡീലിൽ നമ്മൾ ജയിക്കണം, കോമ്പറ്റീഷനിൽ നമ്മൾ ജയിക്കണം, ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂർത്തി ജ്വല്ലറിക്ക് നമ്മളൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പോൾ നമ്മൾ AN ജ്വല്ലറിയും മൂർത്തി ജ്വല്ലറിയും ഒരേ പാതയിലൂടെ ഒരേ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് മുകളിൽ നമ്മൾ വളരണമെങ്കിൽ ഈ കോമ്പറ്റീഷനിൽ നമ്മൾ ജയിക്കുക തന്നെ വേണം. പിന്നെ വരുന്നത് ചിങ്ങമാസമാണ്. ചിങ്ങമാസത്തിൽ ഒരുപാട് കല്യാണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ ജ്വല്ലറിയിലേക്ക് പിന്നെ ആൾക്കാർ വരുവുള്ളൂ. അങ്ങനെ ഈ വിജയം നമ്മൾ പിടിച്ചു കിടക്കണം എന്ന് പറയുന്നു. അതുപോലെ അതിന് മാളവികയ്ക്ക് തന്നെ ഡിസൈൻ വരയ്ക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം പറയുമ്പം അഭി പറയും, ഉറപ്പായിട്ടും മാളവിക വരയ്ക്കും, മാളവികയെ കൊണ്ട് അത് സാധിക്കുമെന്ന്. ഏതായാലും നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് മാളവികയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാം. ഏതായാലും കോമ്പറ്റീഷന് ജയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാലോ. ജയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു ചോദ്യമില്ല, ജയിച്ചേ പറ്റുള്ളൂ എന്നാണ് നാഗേന്ദ്രൻ പറയുന്നത്. ഏതായാലും ആ ഡിസൈൻസ് ഒക്കെ ആയിട്ട് അവർ നേരെ മാളവികയുടെ അടുത്തോട്ട് വരും. എന്നിട്ട് അത് കൊടുത്തിട്ട് നല്ല രീതിയിൽ പുതിയ ഡിസൈൻസ് ഒക്കെ വരയ്ക്കണം എന്നൊക്കെ പറയുന്നു. അന്നേരം ഡേവിഡ് പറയുന്നുണ്ട്, പുതിയ ഡിസൈൻസ് വരച്ചാൽ മാത്രം പോരാ, നമ്മൾ കോമ്പറ്റീഷനിൽ ജയിക്കണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജയിക്കും എന്ന് തന്നെയാണ് കരുതിയത്, പക്ഷെ അവിടെ വിജയിച്ചത് നയന കളക്ഷൻസ് ആണ്, ഇനി അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ മാളവിക പറയുന്നുണ്ട്, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ട്രൈ ചെയ്യാമെന്ന്. അന്നേരം ട്രൈ ചെയ്താൽ പോരാ, നമ്മൾ വിജയിക്കണം, അല്ലെങ്കിൽ മാളവികയെ ഇവിടുന്ന് പറഞ്ഞു വിടും എന്നല്ല, പക്ഷേ ഇതുപോലുള്ള കോമ്പറ്റീഷൻസ് വരുമ്പോൾ ഞങ്ങൾക്ക് വേറെ പലരുടെയും ഉപദേശം തേടേണ്ടതായി വരുമെന്ന് പറയാം. അന്നേരം മാളവിക പറയുന്നുണ്ട്, അങ്ങനെ ഉപദേശം തേടുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തോളാം എന്ന്. അപ്പം ഇവർ രണ്ടുപേരും ചുറ്റും നിന്നിങ്ങനെ പറയുമ്പം ആകെ പ്രഷർ ആവുന്നുണ്ട് മാളവികയ്ക്ക്. അന്നേരം അത് കേട്ടുകൊണ്ട് നവ്യ വരും. അന്നേരം നവ്യ, എന്തിനാ അങ്കിൾ വെറുതെ മാളവികയ്ക്ക് ടെൻഷൻ കൊടുക്കുന്നത്, മാളവിക നന്നായിട്ട് വരയ്ക്കൂന്നേ എന്ന് പറയുന്നു. അന്നേരം നിങ്ങൾക്ക് അങ്ങനെ അഭിസാറിന് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട് എങ്കിൽ കുഴപ്പമില്ല, മാളവിക ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ഡേവിഡ് അങ്ങ് പോകും. പോയി കഴിയുമ്പം അവിടെ നിൽക്കുമല്ലേ നവ്യയോട് അഭി പറയുക, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, ക്യാബിനിൽ പോയിരിക്കും, ഞാൻ വന്നോളാം എന്ന്. നവ്യയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടെങ്കിലും നവ്യ അങ്ങ് ഇറങ്ങിപ്പോവും. പോയി കഴിയുമ്പം അഭി മാളവികയോട് ചോദിക്കുക, പുതിയ ഡിസൈൻസ് എന്തെങ്കിലും വരച്ച് തിരിപ്പുണ്ടോ എന്ന്. അന്നേരം ഉണ്ട് സാർ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം എടുത്ത് കൊടുക്കും. അത് നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അതും പൂർത്തിയായതല്ല എന്ന് മാളവിക പറയും. അന്നേരം അഭി, പൂർത്തിയായതല്ല എങ്കിൽ പൂർത്തിയാക്കുക, എന്നിട്ട് എന്നെ കാണിക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ മാളവിക അതങ്ങ് മേടിക്കുവാണ്. അന്നേരം ഈ അഭിയുടെ ഈ നോട്ടവും നിപ്പും സംസാര രീതിയും ഒന്നും മാളവിക അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇത് കച്ചറയാണെന്ന് അറിയാവുന്നത് കൊണ്ട് അങ്ങ് പിടിച്ചു നിൽക്കുന്നു. എന്തായാലും ഇത് കഴിഞ്ഞ് അവിടുന്ന് അഭി ഇറങ്ങി പോരുന്നു. പിന്നെ കാണിക്കുന്നത് നയനയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നേക്കുവാണ്, ഇനി നടക്കാൻ പോകുന്ന കോമ്പറ്റീഷനിൽ നിങ്ങൾക്ക് നല്ലൊരു എതിരാളിയാണ് മാളവിക, പക്ഷേ അവിടെയും നിങ്ങൾ മാത്രമേ ജയിക്കുകയുള്ളൂ എന്ന് എനിക്കറിയാം, കാരണം മാളവിക കളക്ഷൻസും നയന കളക്ഷൻസും ഒന്നാണല്ലോ എന്ന്. ഇതാണ് ആ മെസ്സേജ്. അത് വായിച്ചതിന് ശേഷം ആദർശിനെ കാണിക്കുന്നു. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, നമ്മുടെ നീക്കങ്ങളെല്ലാം തിരിച്ചറിയുന്ന ഒരാളാണ് ഇത്. ഏതായാലും നമുക്ക് നല്ലതിന് വേണ്ടിയുള്ള മെസ്സേജസ് ആണല്ലോ അവർ അറിയിക്കുന്നത്.
പറയുന്നത്. അതുകൊണ്ട് അവരുടെ പുറകെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. അതിനുള്ള സമയവും നമുക്കില്ല. ഈ അൺനോൺ നമ്പർ ആരുടേതാണ് എന്ന് നോക്കാൻ പറഞ്ഞ് ഞാൻ സേവ്യറിൻ്റെ കയ്യിൽ കൊടുത്തുമില്ല. കുഴപ്പമില്ല, പ്രശ്നമില്ലാതെ കാര്യങ്ങൾ പോകുന്നതുകൊണ്ട് അങ്ങനെ ഒരു അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. ആദർശ് പറയുവാണ്, എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു മൂർത്തി ജ്വല്ലറിയുടെ ഉയർത്തെഴുന്നേൽപ്പ്. അത് നമ്മൾ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ടെൻഷൻ ആകേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നു. അന്നേരം നയന, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും മുത്തശ്ശൻ ആദർശേട്ടനെ തിരിച്ചു വിളിച്ചില്ലല്ലോ എന്ന് പറയുക. അന്നേരം വിളിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ കമ്പനി രക്ഷപ്പെട്ടാൽ മതി. പിന്നെ മുത്തശ്ശൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട്. എന്നോട് കുടുംബമാണോ ബിസിനസ്സാണോ ഏറ്റവും മുന്തിയത് അല്ലെങ്കിൽ ഏറ്റവും വിലപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും എനിക്ക് വിലപ്പെട്ടത് കുടുംബം തന്നെയായിരിക്കും. ബിസിനസ്സും ഒപ്പം ഉണ്ടാകും, പക്ഷേ കൂടുതൽ പ്രാധാന്യം കുടുംബത്തിനായിരിക്കും. പക്ഷേ മുത്തശ്ശൻ അങ്ങനെയല്ല എന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി. ഞാൻ ജനിച്ചതിന് ശേഷം ഇതുപോലൊരു തകർച്ച ഉണ്ടായിട്ടില്ല. ഇതാദ്യമായിട്ടാണ്. ആ സമയത്ത് മുത്തശ്ശൻ ബിസിനസ്സിനാണ് പ്രാധാന്യം കൊടുത്തത് എന്നൊക്കെ പറയുവാണ്. നസീം നയന, എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്ന് പറയുമ്പം, ഞാൻ എൻ്റെ തോന്നലാണ് പറഞ്ഞത് എന്ന് പറയും. എന്നിട്ട് ആദർശം ഇറങ്ങി പോകുന്നെങ്കിൽ ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല ആദർശേട്ടൻ്റെ വിജയം എപ്പോഴും മുത്തശ്ശൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നിങ്ങനെ നയന ഓർക്കുന്നു. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.